നമുക്ക് ആദ്യം സവാള ഇട്ട് വെക്കാം. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് സവാള വഴറ്റി കിട്ടും. ചെറുതായിട്ട് വാടി കഴിയുമ്പോൾ നമുക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഇടാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സിമ്പിളായിട്ടുള്ള മുട്ട ബിരിയാണി ഒന്നും ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റ്. 2-3 പ്രാവശ്യമാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് പാത്രം കാലിയാവുന്നതേ അറിയില്ല. അത്ര ടേസ്റ്റാണ് അത് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇത് മസാല നമുക്കിടാം. കുറച്ച് മസാലകൾ, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എഗ്ഗ് മസാല ഒരു 1/2 ടീസ്പൂൺ, ബിരിയാണി മസാല അത് 1 ടീസ്പൂൺ ഉണ്ടാവും. ഇട്ടിട്ട് നന്നായിട്ട് പൊടികൾ നന്നായിട്ട് മൂക്കണം കേട്ടോ. പച്ചമണമൊക്കെ മാറി ഉപ്പുണ്ടോ നോക്കാം. അപ്പോൾ ഒത്തിരി ഉപ്പിൻ്റെ ഓരോണ്ട് ഒത്തിരി ഉപ്പിട്ട് കൊടുക്കും. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഇടണം കേട്ടോ. അപ്പം മസാല റെഡിയായിട്ടുണ്ട്. മസാല നന്നായിട്ട് മൂത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് ഡാലിൻ്റെ നമ്മൾ കുക്കർ വെച്ച് കുറച്ച് നമ്മൾ ഡാലിലേക്ക് ഒരു പകുതി സവാള കനം കുറച്ചരിഞ്ഞ് അതിലിട്ട് വെക്കപ്പെട്ടു. ഞാൻ മറ്റുള്ള മസാല ഒരുപാട് ഉപയോഗിക്കില്ല. അത് ഇല്ലാത്തതാണ് ഇവിടുത്തെ പിള്ളേർക്ക് ഇഷ്ടം. പിള്ളേർക്ക് ഇങ്ങനെ ജീരകം, കറുവപ്പട്ട ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ്. അപ്പം ഞാനത് യൂസ് ചെയ്യുന്നില്ല. എല്ലാവരും അത് യൂസ് ചെയ്ത് വെക്കുമ്പോൾ ഞാനിതൊരു വെറൈറ്റി ആയിട്ടാണ് വെക്കുന്നത്. നമ്മുടെ മുട്ട മിക്സ് ബിരിയാണി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും മൂത്ത് വരത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം, ഞാനത് തിരുത്തിക്കോളാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഞാൻ ഇതിലൊരു കപ്പാണ് അരി. ഈ കപ്പിലാണ് ഞാൻ അളന്നെടുക്കുന്നത്. 1.5 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്.
അപ്പം നമുക്കിതിൽ ഇരട്ടി വെള്ളം ഒഴിക്കണം. ഒരു കപ്പിന് 2 കപ്പ് എന്നുള്ള രീതിക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം. അപ്പം നമുക്ക് ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി പാകത്തിന് ഉപ്പിടാം. ചോറ് ആവശ്യമുള്ള ഉപ്പിടാം. തിളച്ചിട്ട് നമുക്ക് അരി ഞാനിപ്പോൾ എടുത്തേക്കുന്ന അരി കുഞ്ഞി അരി എടുത്തേക്കുന്നത്. ഇതിങ്ങനെ അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കുന്നതായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കുന്നതാ. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരിയിടാം. ഒരു കിലോ ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട്. നമുക്ക് ചെറുനാരങ്ങ അരമുറി വയ്ക്കാം. അരിക്കകത്ത് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് ഒരു വിസിൽ വരെ നമുക്ക് വേവിക്കാം. ഒരു വിസിൽ റൈസ് വെള്ളത്തിലൂടെ അടി വിസിലടിച്ച് നമുക്ക് ഗ്യാസ് നമുക്ക് ദമ്മിടാം. കുറച്ച് കള്ളം ഒഴിക്കുക. ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട്. നമുക്ക് ചെറുനാരങ്ങ അരമുറി വയ്ക്കാം. നീ നമുക്ക്